അടുത്തതായി പഠിക്കാനുള്ളത് കോമ്പൻസേറ്ററി ഫിസ്ക്കൽ പോളിസി. നാഷണൽ ഇൻകം, എംപ്ലോയ്മെൻറ്റ് തുടങ്ങിയവയിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെ നിയന്ത്രിക്കാൻ ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഫിസ്ക്കൽ പോളിസിയാണ് കോമ്പൻസേറ്ററി ഫിസ്ക്കൽ പോളിസി. ദേശീയ വരുമാനം, തൊഴിൽ നിലവാരം തുടങ്ങിയവയിലെ വ്യതിയാനങ്ങളെ നിയന്ത്രിക്കുക, അതാണ് കോമ്പൻസേറ്ററി ഫിസ്ക്കൽ പോളിസി. ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടി കമ്മി പണനയത്തെയും മിച്ചപ്പണനയത്തെയും സമന്വയിപ്പിക്കുന്നു. മാന്ദ്യ കാലഘട്ടത്ത് സ്വകാര്യ നിക്ഷേപം കമ്മിയാവുമ്പോഴാണ് ആ കുറവിനെ നികത്താൻ കോമ്പൻസേറ്ററി ഫിസ്ക്കൽ പോളിസി കൊണ്ടുവരുന്നത്. സ്വകാര്യ നിക്ഷേപത്തിലുള്ള വ്യതിയാനങ്ങളെ കോമ്പൻസേറ്ററി ഫിസ്ക്കൽ പോളിസിയിലൂടെ ഗവൺമെൻറ് നിയന്ത്രിക്കുന്നു. അടുത്തതായി പഠിക്കാനുള്ളത് ഫിസ്ക്കൽ പോളിസി ആൻഡ് സ്റ്റെബിലേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. സാമ്പത്തിക സ്ഥിരതയുമായി ബന്ധപ്പെടുത്തി ഫിസ്ക്കൽ പോളിസിക്ക് 4 ലക്ഷ്യങ്ങളുണ്ട്. ഒന്നാമത്തേത് പൂർണ്ണ തൊഴിൽ, ഫുൾ എംപ്ലോയ്മെൻറ്റ്. ഒരു രാഷ്ട്രത്തിലെ തൊഴിലിൻ്റെ നിലവാരം ആ രാഷ്ട്രത്തിലുള്ള അഗ്രിഗേറ്റ് ഡിമാൻഡിനെ ആശ്രയിച്ചിരിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ ചെലവ് വർദ്ധിപ്പിച്ച് അഗ്രിഗേറ്റ് ഡിമാൻഡിനെ ഉയർത്താം. പുതുതായി സൃഷ്ടിക്കുന്ന പണം ഉപയോഗിച്ച് ഗവൺമെൻറ് ചെലവ് ചെയ്യുമ്പോൾ ജനങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നു, അതിനനുസരിച്ച് തൊഴിലും വർദ്ധിക്കുന്നു. അങ്ങനെ രാഷ്ട്രത്തിൽ പൂർണ്ണ തൊഴിൽ നേടാൻ കഴിയുന്നു. തൊഴിൽ നിലവാരം ADയെ ആശ്രയിച്ചിരിക്കുന്നു. ഗവൺമെൻറ് ചെലവ് ചെയ്യുമ്പോൾ കൂടുതൽ ജനങ്ങളുടെ കൈവശം പണം ഉണ്ടാവുകയും അങ്ങനെ ചെലവ് ചെയ്യാനുള്ളവരുടെ ശേഷി വർദ്ധിക്കുകയും രാഷ്ട്രത്തിലെ തൊഴിലും വരുമാനവും വർദ്ധിക്കുന്നു. അങ്ങനെ പൂർണ്ണ തൊഴിൽ നേടാൻ സാധിക്കുന്നു. രണ്ടാമത്തെ സ്റ്റെബിലേഷനുമായി ബന്ധപ്പെടുത്തിയുള്ള ഫിസ്ക്കൽ പോളിസിയുടെ ലക്ഷ്യം വിലസ്ഥിരതയാണ്. ഫിസ്ക്കൽ പോളിസി നടപ്പിലാക്കുന്നതിൻ്റെ ലക്ഷ്യമായി കണക്കാക്കുന്നത് രാഷ്ട്രത്തിൽ നിന്നും പണപ്പെരുപ്പത്തെ രക്ഷിക്കുകയാണ്. ഉൽപ്പന്നത്തേക്കാൾ അധികമായി ചെലവ് വർദ്ധിക്കുമ്പോഴാണ് പണപ്പെരുപ്പം ഉണ്ടാകുന്നത്. നമ്മൾ ഇൻഫ്ലേഷണറി ഗ്യാപ്പിൽ അത് പഠിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ അധിക ക്രയശേഷിയെ കുറയ്ക്കുക എന്നതാണ് ഇത് പരിഹരിക്കാനുള്ള മാർഗം. അതിനായി ഗവൺമെൻറ് പുതിയ നികുതികൾ ചുമത്തുന്നു, നികുതി നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നു, പൊതുചെലവ് കുറയ്ക്കുന്നു തുടങ്ങിയ നടപടികളിലൂടെ വിലസ്ഥിരത ഉണ്ടാക്കുകയും പണപ്പെരുപ്പത്തിൽ നിന്നും രാഷ്ട്രത്തെ രക്ഷിക്കാൻ ഗവൺമെൻറ്റിന് കഴിയുകയും ചെയ്യുന്നു. ഇതും സ്റ്റെബിലേഷൻ്റെമായി ബന്ധപ്പെടുത്തിയ ഫിസ്ക്കൽ പോളിസിയുടെ ഒരു സുപ്രധാനമായ ലക്ഷ്യമാണ്. അടുത്ത ലക്ഷ്യം സാമ്പത്തിക വളർച്ചയാണ്. പൊതുനിക്ഷേപം വർദ്ധിക്കുന്നതിലൂടെ സാമ്പത്തിക വളർച്ച നേടിയെടുക്കാൻ കഴിയും. പലിശ നിരക്ക് കുറച്ച് നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ഗവൺമെൻറ്റിന് കഴിയും. അത് നിക്ഷേപം ഉയർത്താനുള്ളൊരു നടപടിയാണ്. ഉൽപാദനപരമായ ആവശ്യങ്ങൾക്ക് കമ്മിപ്പണം ഉപയോഗിച്ചാൽ പണപ്പെരുപ്പം ഉണ്ടാവുകയുമില്ല. അങ്ങനെ ഉൽപ്പന്നത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ കഴിയും. അതും രാഷ്ട്രത്തിൽ നിന്നും പണപ്പെരുപ്പത്തെ പരിഹരിക്കപ്പെടാൻ കഴിയുന്നു. അടുത്ത പ്രധാനപ്പെട്ട സ്റ്റെബിലേഷനുമായി ബന്ധപ്പെടുത്തിയുള്ള ഫിസ്ക്കൽ പോളിസിയുടെ ലക്ഷ്യം വിനിമയ ശിഷ്ടത്തിലെ സന്തുലിതാവസ്ഥ ഉണ്ടാക്കിയെടുക്കലാണ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇക്വിലിബ്രിയം സൃഷ്ടിക്കലാണ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിസിക്വിലിബ്രിയത്തിലാകുന്ന സന്ദർഭത്തിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് ഉണ്ടാകുമ്പോൾ അതിനെ കുറയ്ക്കാനായി ഗവൺമെൻറ് പ്രത്യക്ഷ നികുതികൾ വർദ്ധിപ്പിക്കുന്നു. ഇൻകം ടാക്സ് പോലെയുള്ള പ്രത്യക്ഷ നികുതികൾ വർദ്ധിപ്പിക്കുന്നു. അപ്രകാരം ചെയ്യുമ്പോൾ ജനങ്ങളുടെ കൈവശമുള്ള വിനിയോഗ വരുമാനം കുറയുന്നു. അങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ ഡിമാൻഡ് കുറയുകയും BOPയിലുള്ള ഡെഫിസിറ്റ് പരിഹരിക്കപ്പെടാനും കഴിയുന്നു. ഗവൺമെൻറ് കൂടുതലായി നികുതികൾ ചുമത്തുമ്പോൾ ജനങ്ങളുടെ വരുമാനം കുറയുന്നു, ഇറക്കുമതി വസ്തുക്കളുടെ ഡിമാൻഡ് കുറയുന്നു. അങ്ങനെ BOPയിലുണ്ടാകുന്ന ഡെഫിസിറ്റ് പരിഹരിക്കാൻ ഗവൺമെൻറ്റിന് കഴിയുന്നു. അതിനാൽ BOPയിലുള്ള ഡിസിക്വിലിബ്രിയത്തെ പരിഹരിച്ച് ഇക്വിലിബ്രിയം ക്രിയേറ്റ് ചെയ്യലും ഫിസ്ക്കൽ പോളിസിയുടെ പ്രധാനപ്പെട്ട സ്റ്റെബിലേഷനുമായി ബന്ധപ്പെടുത്തിയ ലക്ഷ്യമാണ്.